ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നു. സ്നേഹമോടെ വാത്സല്യത്തോടെ നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന നല്ല കർത്താവ്. ആമേൻ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു. ആമേൻ. എന്നോട് സംസാരിക്കുവാൻ, അല്ല എങ്കിൽ എന്നോട് ആമേൻ ഇടപെടുവാൻ, എന്നെ വിളിക്കുവാൻ ആമേൻ സ്തോത്രം ആരുമില്ല. എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി, അതുകൊണ്ട് എല്ലാവരും എന്നെ വെറുത്തു, എന്നെ ഉപേക്ഷിച്ചു, ആമേൻ എന്നെ തള്ളി എന്നൊക്കെ ഭാരത്തോടെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് ആത്മാവ് സംസാരിക്കുന്നു. നമുക്ക് വായിക്കാം മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നതെന്ന് പറഞ്ഞു. പാപികളെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് ദൂതൻ മുഖാന്തരം ജോസഫിന് അരുളപ്പാടുണ്ടായി നമുക്കറിയാം. ഇവിടെ യേശു കർത്താവ് പറയുന്നു, ഞാൻ പാപികളെ വിളിപ്പാൻ വന്നു. ആമേൻ. യേശു വിളിക്കുന്നത് മനുഷ്യർ നമ്മെ വിളിച്ച് നമ്മെ ചതിക്കുന്നത് പോലെ ചതിക്കുവാനല്ല, നമ്മെ കുഴിയിൽ തള്ളിയിടുവാനല്ല, നമ്മെ നശിപ്പിക്കുവാനല്ല, നിത്യജീവനെ തരുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് നമ്മെ വിളിക്കുന്നത്. അദ്ദേഹം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനത്തിൽ യേശു കർത്താവ് അവിടെ വിളിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലപ്പോഴും മനുഷ്യർ നമ്മെ വിളിച്ചിട്ട് ആശ്വാസവാക്കുകൾ പറയുമെന്ന് നാം കരുതുമ്പോൾ ആമേൻ സ്തോത്ര സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, ആമേൻ തകർത്ത് കളയുന്ന ആമേൻ സ്തോത്ര വാക്കുകളാണ് ആമേൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാർ, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ആമേൻ. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല. അവിടെ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവർ. ഏറ്റവും വലിയ ഭാരമാണ് പാപഭാരം, കടഭാരം, രോഗഭാരം, ആമേൻ സ്തോത്രം. അതൊക്കെ മക്കളെ ചൊല്ലിയുള്ള ഭാരം. ഏതെങ്കിലും സൊല്യൂഷൻസ് നമുക്കുണ്ട് അല്ലേ? ആമേൻ സ്തോത്രം. ഏതെങ്കിലും മുഖാന്തരങ്ങളിലൂടെ നമുക്കതിനൊക്കെ ഒരു ചെറിയ പരിഹാരങ്ങളും നമുക്ക് വരുത്തുവാൻ കഴിയും. എന്നാൽ പാപഭാരം മാറ്റുവാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല, ആരെക്കൊണ്ട് സാധ്യമല്ല. യേശു കർത്താവ് പറഞ്ഞു, ഭാരം ചുമക്കുന്നവരായുള്ളവർ ഏത് ഭാരമായിരുന്നാലും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു കർത്താവ് എവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ വായിക്കുന്ന യേശു കർത്താവ് പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്നാണ് തിന്നുകയും കുടിക്കുകയും ചെയ്തത്. അത് കണ്ടപ്പോൾ പരീശന്മാർക്ക് കോപമുണ്ടായി. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞ്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. അതെ, ഇത് നാം ഏത് പാപം ചെയ്തവരായിക്കോട്ടെ, ചെറിയ ചെറിയ പാപങ്ങളായിരിക്കാം, വലിയ വലിയ പാപങ്ങളായിരിക്കാം, ക്രൂരതകളും കൊടൂരമായ ഭയാനകമായ പാപങ്ങൾ നാം ചെയ്തവരായിരിക്കാം. ഏത് പാപത്തെയും രക്താംബരം പോലെ കടുംചുവപ്പായിരിക്കുന്ന പാപത്തെയും ഹിമം പോലെ മഞ്ഞ് പോലെ വെളുപ്പിക്കുവാൻ യേശു കർത്താവ് ക്രൂശിൽ ചിന്തിയ രക്തത്തിന് കഴിയും. ആമേൻ. യേശു കർത്താവ് ക്രൂശിൽ എന്താ ചെയ്തത്? ആമേൻ. സകല മാനവരാശിയുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആമേൻ സ്തോത്രം. യേശു കർത്താവ് പാപത്തോട് പോരാടി. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എന്താണ് പാപം? ദൈവം പറയുന്നത് ചെയ്യാതിരിക്കുന്നതും ദൈവം ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നത് ചെയ്യുന്നതുമാണ് പാപം. അത് ഏത് കാര്യമായിരുന്നാലും, ഏത് ചെറിയ നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ യേശു കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ക്രൂശിൽ നിവൃത്തീകരിച്ചു. സകലത നിവൃത്തിയായ യേശു കർത്താവ് പറഞ്ഞു. യേശു കർത്താവ് പാപം കൂടാതെ, ആമേൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ
എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു അധികം സ്നേഹിച്ചത് പാപികളെയാണ്. പാപത്തെ വെറുത്തു, പാപികളെ സ്നേഹിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നു. 12-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം, 3-4 വചനങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഏറ്റവും കൂടുതൽ പാപികളെ സ്നേഹിച്ച യേശു കർത്താവിന് പാപികളാൽ തന്നെ വളരെ ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നു. അടുത്ത വചനം വായിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ പാത പിൻഗമിക്കുന്നവരായ നാം ഓരോരുത്തരും പാപത്തോട് പോരാടണം. സ്തോത്രം. എങ്ങനെ നമുക്ക് പോരാടുവാൻ കഴിയും? ആമേൻ. പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടി ക്രൂശിൽ ജയിച്ച യേശു കർത്താവിനെ നോക്കണം. അതേ അധ്യായം തന്നെ 1-ാം വചനത്തിൽ വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങനെ കഴിയും? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അതേ പ്രിയമുള്ളവരെ, പല പാപങ്ങളും നമ്മളെ മുറുകെ പറ്റിയിരിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്കത് വിടുവാൻ കഴിയത്തില്ല. എന്നാൽ ആ യേശുവിനെ നോക്കിയാൽ നമുക്ക് വേണ്ടി ഇത്രയും പാടുകൾ സഹിച്ച, നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ഈ പങ്കപാടുകളേറ്റ, ആമേൻ, എത്രത്തോളം ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ, വിരോധം സഹിച്ച ആ യേശുവിനെ നോക്കുമ്പോൾ ഹല്ലേലൂയ, എത്ര മുറുകെ പറ്റിയ പാപങ്ങളും വിട്ട് ആ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്കിടയായി തീരും. ആ യേശു കർത്താവിൻ്റെ ക്രൂശിൽ ചിന്തിയ ഓരോ രക്തത്തുള്ളികളും പരിശുദ്ധമായ രക്തവും നമ്മുടെ വലിയ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ ഇടയായി തീരും. ആയതിനാൽ യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. യേശു കർത്താവ് ഇന്നും പാപികളെ സ്നേഹിക്കുന്നു. അവൻ യേശു കർത്താവ് ഇന്നും നമ്മെ വിളിക്കുന്നു. സ്നേഹമോടെ അവൻ യേശു കർത്താവ് വിളിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം സ്തോത്രം. കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു. യേശു കർത്താവ് സ്വന്തം ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. നല്ല ഇടയനാടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ പോലൊരു സ്നേഹിതൻ ഉലകത്തിലില്ല. ആയതിനാൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് പാപത്തെയും ക്ഷമിച്ച് ആമേൻ, സ്തോത്ര, കർത്താവ് നമ്മെ രക്ഷിക്കുമെന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി നാം ദൂഷണം പറയുന്നുവെങ്കിൽ ആ പാപം ഒരിക്കലും ക്ഷമിച്ചു കിട്ടുകയില്ല. ആമേൻ. അത് നാം ഓർത്തുകൊള്ളണം. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തുന്നു. ആയതിനാൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, അങ്ങ് ഞങ്ങളെ ഇപ്പോഴും വിളിക്കുന്നുവല്ലോ കർത്താവേ. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നന്ദി യേശുപ്പ, നന്ദി കർത്താവേ. ആമേ, സ്തോത്രം. ഏത് പാപത്തെയും പോക്കി നീതീകരിക്കുവാൻ എൻ്റെ യേശു കർത്താവിൻ്റെ രക്തത്തിന് കഴിയും. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപഭാരങ്ങൾ മാറി കർത്താവ് മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ട് കർത്താവേ, സ്തോത്ര, വിശുദ്ധരായ നിഷ്കളങ്കരായ കർത്താവേ, ശുഭ്രമായ മണവാട്ടിയാൽ ഞങ്ങൾ അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.